തോക്കുകൾ നിശബ്ദമായി. യുദ്ധം അവസാനിച്ചു. 467 ദിവസങ്ങൾ നീണ്ടുനിന്ന വംശഹത്യ എന്ന് വിളിക്കപ്പെട്ട ഗാസയ്ക്കുമുള്ള ഇസ്രായേൽ യുദ്ധം ഒരു കരാർ അടിസ്ഥാനത്തിൽ അവസാനിക്കുമ്പോൾ ചുറ്റും ചിതറിക്കിടക്കുന്നത് ലോകം സമീപകാലത്തെങ്ങും കണ്ടിട്ടില്ലാത്ത സർവനാശമാണ്. മാസങ്ങൾ നീണ്ട ഈ കൂട്ടക്കുരുതിയിൽ 18,000 പിഞ്ചു കുട്ടികൾ ഉൾപ്പെടെ ഗാസയിൽ മരിച്ചത് 46,876 പേരാണ്. 1,10,647 പേർക്ക് പരിക്കേറ്റു. ഇവിടെ ജീവിച്ചു പോന്ന 23 ലക്ഷം മനുഷ്യരിൽ 1 ലക്ഷം പേർ എല്ലാം നഷ്ടപ്പെട്ട് അഭയാർത്ഥികളായി ജീവനും കയ്യിലെടുത്ത് ഓടിപ്പോയി. നൂറുകണക്കിന് ആളുകളെ കാണാതെയുമായി. കൊടും തണുപ്പ് നിറഞ്ഞ കാലാവസ്ഥയെ ചെറുക്കാൻ പുതപ്പില്ലാതെയും ആവശ്യത്തിന് ഭക്ഷണമില്ലാതെയുമാണ് ക്യാമ്പുകളിൽ ഭൂരിപക്ഷവും കഴിഞ്ഞിരുന്നത്. 3,45,000 പേർ കൊടും പട്ടിണി കൊണ്ടും രോഗം കൊണ്ടും വലയുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ലക്ഷക്കണക്കിന് ആളുകളെ സ്വൈര്യ ജീവിതത്തിൽ നിന്ന് ആട്ടിപ്പായിച്ച ഗാസയെ ഭസ്മീകരിച്ച ഒരു യുദ്ധമായിരുന്നു അത്. അതിനായി ഇസ്രായേൽ സൈന്യം ഉപയോഗിച്ചത് 85,000 ടൺ സ്ഫോടക വസ്തുക്കളാണ്. ബോംബുകൾ വീണുണ്ടായ അവശിഷ്ടങ്ങൾ നീക്കാൻ മാത്രം 10 വർഷമെങ്കിലും വേണ്ടിവരുമെന്നാണ് ഒരു കണക്കെടുപ്പ് പറയുന്നതെങ്കിൽ ഗാസ നഗരത്തിൻ്റെ നശീകരണം എത്രയെന്ന് ഊഹിക്കാം. വടക്കൻ ഗാസയെ ശൂന്യമാക്കി അവിടെ ഇസ്രായേൽ സെറ്റിൽമെൻറ്റ് പണിയുമെന്നും യുദ്ധം അതുവരെ തുടരുമെന്നും ആയിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ പ്രസ്താവന. ആ ലക്ഷ്യം സാധ്യമാക്കുന്നതിനായി യുദ്ധത്തിലെ എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും കാറ്റിൽ പറത്തി. യുദ്ധവും അതിൻ്റെ ഭീകരതയും കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുന്ന മാനസിക ആഘാതങ്ങളെയും മാതാപിതാക്കൾ നഷ്ടപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവിതം ഒരു ചോദ്യചിഹ്നമായി മാറുന്നതിനെയും മറ്റും മുൻനിർത്തി യുണൈറ്റഡ് നേഷൻസ് ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ ലോക ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴും അതൊന്നും ചെവിക്കൊള്ളാതെ ഓരോ ദിവസവും കൂടുതൽ പേരെ കൊല്ലാൻ തൻ്റെ സൈന്യത്തെ നിർബന്ധിക്കുകയായിരുന്നു നെതന്യാഹു. എന്നിട്ടും ഗാസയെ പൂർണ്ണമായും ഇസ്രായേലിനെ വരുതിയിലാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിരുന്നില്ല. അതിൻ്റെ രോഷമെന്നോണം കൂടുതൽ സൈന്യത്തെ വിന്യസിപ്പിച്ച് യുദ്ധം ചെയ്യാനും നെതന്യാഹു മടിച്ചില്ല. ഇതിനിടയിലാണ് ഗാസയിലെ സാധാരണ പൗരന്മാരെയും പ്രത്യേകിച്ച് കുട്ടികളെയും കൊന്നൊടുക്കിയതിനെ ചൊല്ലി രാജ്യാന്തര തലത്തിൽ നെതന്യാഹുവിനെതിരെ നിയമ നടപടികൾ ഉണ്ടായത്. രാജ്യാന്തര നീതിന്യായ കോടതി അയാൾക്കെതിരെ അറസ്റ്റ് വാറന്റ് വരെ പുറപ്പെടുവിച്ചു. ഇതേ തുടർന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലിലും ഖത്തറിൻ്റെ മധ്യസ്ഥതയിലും വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടു. 2024 നവംബർ 23 അത്. പക്ഷേ സമാധാനത്തിൻ്റെ നാളുകൾക്ക് ആയുസ് വളരെ കുറവായിരുന്നു. ഡിസംബർ 1 ഇസ്രായേൽ വീണ്ടും ഗാസയെ ആക്രമിക്കാൻ തുടങ്ങി. യുദ്ധക്കൊതി അവസാനിപ്പിക്കാതെ നെതന്യാഹു തൻ്റെ രാക്ഷസീയ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ അതിന് അന്ത്യമായെങ്കിൽ ലോക രാഷ്ട്രീയത്തിന് മാറ്റം കുറിക്കപ്പെട്ടുകൊണ്ട് ഇതിനിടയിൽ നടന്ന US ഇലക്ഷനാണ് അതിൻ്റെ കാരണങ്ങളിൽ പ്രധാന സ്ഥാനത്തുള്ളത്. നവംബർ ആദ്യവാരം നടന്ന അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ഉണ്ടായ ഡൊണാൾഡ് ട്രംപിൻ്റെ വിജയത്തിൻ്റെ അലകൾ ഗാസ വെടിനിർത്തൽ കരാറിലേക്കും ചെന്നു പതിച്ചു. സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് ജോ ബൈഡനും ട്രംപും യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ഇസ്രായേൽ അനുകൂലികളായിരുന്നു എന്നത് നേരാണ്. എന്നാൽ നെതന്യാഹുവിൻ്റെ അതിർവിട്ട യുദ്ധഭ്രാന്തും കുട്ടികളോട് വരെ കാട്ടിയ ക്രൂരതയും അതിനെതിരെയുള്ള അന്താരാഷ്ട്ര പ്രമേയവും എല്ലാം ചേർന്ന് ഇരുവരെയും വീണ്ടും വിചാരത്തിലേക്ക് കൊണ്ടുവന്നു. ഇതോടെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ഖത്തറിനും ഈജിപ്തിനും ഒപ്പം അമേരിക്കയും സജീവമായി. പ്രസിഡന്റ് ബൈഡന്റെയും നിയുക്ത പ്രസിഡന്റ് ട്രംപിൻ്റെയും പ്രതിനിധികൾ ദോഹയിൽ സമാധാന കരാറിന് വട്ടമിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ ഇത് കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്തി. കൂടാതെ മിഡിൽ ഈസ്റ്റിലേക്ക് US പ്രത്യേക ദൂതനായി അയച്ച സ്റ്റീവ് വിറ്റ്കോഫ് മുഖേന ട്രംപ് നെതന്യാഹുവിന് അന്ത്യശാസനവും കൈമാറിയിരുന്നു. താൻ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്ന ജനുവരി 20 മുൻപ് ഗാസയിലെ യുദ്ധം അവസാനിപ്പിച്ചിരിക്കണം എന്നായിരുന്നു ആ അന്ത്യശാസനം. അധികാരത്തിൽ എത്തും മുമ്പ് തന്നെ പിന്തുണച്ച ട്രംപല്ല പ്രസിഡന്റായി അധികാരമേൽക്കുന്ന ട്രംപ് എന്ന് തിരിച്ചറിഞ്ഞ നെതന്യാഹുവിന് പിന്നെ ചേർത്ത് നിൽക്കാൻ കഴിയാതെ വന്നു. കടുത്ത സമ്മർദ്ദത്തിന്മേലുള്ള ഈ പിന്മാറ്റമാണ് വെടിനിർത്തൽ കരാറിനെ അംഗീകരിച്ചുകൊണ്ട് ഒപ്പുവെക്കാൻ മറ്റു പല ഘടകങ്ങൾക്കുമൊപ്പം നെതന്യാഹുവിനെ പ്രേരിപ്പിച്ചത്. 2023 ഒക്ടോബർ 7 ഹമാസ് കടന്നാക്രമണത്തിൽ തെക്കൻ ഇസ്രായേലിൽ 1200 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനു തിരിച്ചടിയായാണ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചത്. 15 മാസം നീണ്ടുനിന്ന അതിക്രൂരമായ യുദ്ധമാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. എന്നേക്കും ആയിട്ടാവണം ഈ വെടിനിർത്തൽ എന്നാണ് ലോകത്തിൻ്റെ ആകെ മനസാക്ഷി ആഗ്രഹിക്കുന്നത്.